തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി ആ സ്ഥാനത്ത് ചുമതലയേറ്റതു മുതൽ മറ്റേതൊരു വൈദികനേക്കാളും വാർത്തയിൽ ഇടം നേടുന്ന വ്യക്തിയാണ്. മറ്റു വൈദികരിൽ നിന്ന് വ്യത്യസ്തമായി രാഷ്ട്രീയ വിഷയങ്ങളിൽ നേരിട്ട് അഭിപ്രായം പറയുന്നു എന്നതാണ് പാംബ്ലാനിയുടെ പ്രത്യേകത. എന്നാൽ താൻ സംസാരിക്കുന്നത് കർഷകരുടെ താൽപര്യ സംരക്ഷണത്തിനും കാർഷിക മേഖലയിലെ പ്രതിസന്ധി ഭരണകർത്താക്കളെ അറിയിക്കുന്നതിനും വേണ്ടിയാണെന്നും അങ്ങനെ ഇടപെടുമ്പോൾ തന്നെ ഒരു രാഷ്ട്രീയക്കാരനായും ചിത്രീകരിക്കുന്നുവെന്നാണ് പാംബ്ലാനി പറയുന്നത്. രാഷ്ട്രത്തെയും ജനങ്ങളെയും സംബന്ധിക്കുന്ന വിഷയങ്ങൾ ഏതൊരാളും പറയുമ്പോൾ അതിന് രാഷ്ട്രീയ മാനമുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമുള്ള അർത്ഥതലങ്ങളാണതിന്. ഈ കാലത്ത് ഇന്ത്യയിലെ, പ്രത്യേകിച്ചും കേരളത്തിലെ കർഷകരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക എന്നാൽ അതൊരു രാഷ്ട്രീയ വിഷയം കൂടിയാണ്. അതിനാൽ ജോസഫ് പാംബ്ലാനി കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തെ ഒരു രാഷ്ട്രീയ വക്താവ് കൂടിയായി മാറുകയാണ്. കർഷകന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് ജോസഫ് പാംബ്ലാനി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റബ്ബറിന് 350 രൂപയാക്കിയാൽ അതിന്റെ ഗുണം കേന്ദ്രത്തിലുള്ളവർക്ക് കിട്ടുമെന്നായിരുന്നു ആദ്യമെടുത്ത നിലപാട്. ബിഷപ്പിന്റെ ആ പ്രസ്താവന വലിയ വിവാദത്തിനും ചർച്ചകൾക്കും വഴിവെച്ചു. BJPക്ക് അനുകൂലമായ നിലപാട് ബിഷപ്പ് സ്വീകരിച്ചു എന്നായിരുന്നു പ്രധാനമായും ഉയർന്ന വിമർശനം. ഇടതുപക്ഷം ഉൾപ്പെടെ ശക്തമായ വിമർശനങ്ങൾ ഈ ഘട്ടത്തിൽ പാംബ്ലാനിക്കെതിരെ ഉയർത്തി. റബ്ബറിന് വില കൂട്ടണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോഴും റബ്ബറിന് വില കുറയുന്ന തരത്തിൽ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട നയങ്ങളെ സംബന്ധിച്ച് ഒന്നും പറയുന്നില്ല. പകരം റബ്ബറിന് വില കൂട്ടിയാൽ കൂട്ടുന്നവർക്കൊപ്പം നിൽക്കും എന്ന പ്രഖ്യാപനം മാത്രമാണ് നടത്തിയത്. നവകേരള യാത്രയുടെ ഭാഗമായി റബ്ബർ വില കൂട്ടുന്നതടക്കമുള്ള തീരുമാനങ്ങൾ എടുത്താൽ യാത്ര മഹത്തരമാകുമെന്ന് പറഞ്ഞപ്പോൾ ചിലർ തന്നെ ഇടതുപക്ഷക്കാരനാക്കിയെന്നാണ് പാംബ്ലാനി വ്യക്തമാക്കിയത്. കോൺഗ്രസുകാർ ഇതൊന്നും അറിയുന്നില്ലെന്നും അവർക്ക് മറ്റു പല കാര്യങ്ങളുമാണ് സംസാരിക്കാനുള്ളതെന്നും ബിഷപ്പ് വ്യക്തമാക്കിയിരുന്നു. റബ്ബറിന് കേരളം പ്രഖ്യാപിച്ച 250 രൂപ തന്നാൽ ഇപ്പോൾ ഭരിക്കുന്നവർക്കൊപ്പം നിൽക്കുമെന്നും കേന്ദ്രത്തോട് നേരത്തെ ആവശ്യപ്പെട്ട 300 രൂപ തന്നാൽ അവർക്കായിരിക്കും വോട്ട് എന്നതാണ് ബിഷപ്പിന്റെ ഏറ്റവും ഒടുവിലത്തെ നിലപാട്. കാർഷിക കടങ്ങൾ എഴുതിത്തള്ളണമെന്ന ആവശ്യവും ബിഷപ്പ് ഉന്നയിക്കുന്നു. എന്നാൽ റബ്ബർ വില 300 രൂപയായി ഉയർത്തുന്നത് പരിഗണനയിലില്ലെന്ന് ഇക്കഴിഞ്ഞ ജൂലൈയിൽ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാന സർക്കാർ റബ്ബർ കർഷകർക്കായുള്ള ഒരു പാക്കേജിന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നതായും അന്ന് ലോക്സഭയെ ഡീൻ കുര്യാക്കോസ് MPയുടെ ചോദ്യത്തിന് മറുപടിയായി സർക്കാർ അറിയിച്ചിരുന്നു. എന്നുവെച്ചാൽ കേന്ദ്രം നിലപാട് വ്യക്തമാക്കിയിട്ട് 4 മാസങ്ങൾ പിന്നിടുന്നേയുള്ളൂ. കോൺഗ്രസ് അധികാരത്തിലുള്ളപ്പോഴും തുടർന്ന് BJP അധികാരത്തിൽ വന്നപ്പോഴും സ്വീകരിച്ച നയങ്ങളും കരാറുകളുമാണ് പ്രശ്നം. ആ നയങ്ങൾ തിരുത്താതെ റബ്ബറിന് വില കൂടുമോ എന്നത് കണ്ടറിയണം. റബ്ബർ ഇറക്കുമതി നിയന്ത്രിക്കാൻ നിയമം കൊണ്ടുവരുമോ? ആ വിഷയങ്ങൾ കൂടി ബിഷപ്പ് ഉൾപ്പെടെയുള്ളവർ ചർച്ചകൾക്ക് വിധേയമാക്കണമെന്നതാണ് പൊതുവെയുള്ള അഭിപ്രായം. ഒരു കാര്യം സുവ്യക്തമാണ്: കടുത്ത അവഗണനയിലും പ്രതിസന്ധിയിലുമാണ് രാജ്യത്തെ കർഷകർ. ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കാതെയും കാർഷിക മേഖലയിൽ വൻകിട കമ്പനികൾ കടന്നുകയറുന്നതുമാണ് പ്രതിസന്ധി രൂക്ഷമാകാൻ കാരണം. ഇറക്കുമതിയിലെ ഉദാര സമീപനം ഏറ്റവും വലിയ തിരിച്ചടിയാണ് കാർഷിക മേഖലയ്ക്ക്. രാജ്യം കണ്ട കർഷക സമരം ഇതിന്റെയെല്ലാം ഭാഗമായിരുന്നു. നിരന്തരം പ്രക്ഷോഭം നടത്തേണ്ട ഗതികേടിലാണ് രാജ്യത്തെ കർഷകർ. ഭരണകൂടത്തിന്റെ നയങ്ങളാണ് തിരുത്തേണ്ടത്. അത്തരമൊരു ആവശ്യമുയർത്താൻ ആരൊക്കെ രംഗത്തു വരുന്നു എന്നതാണ് പ്രസക്തം.